World and PSC പുതിയ അപ്ഡേറ്റ്സ് ദിവസവും നിങ്ങൾക്ക് ലഭിക്കാനായി ഈ ചാനൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ അപ്ലോഡ് ചെയ്ത് ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കാനായി അടുത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻസ് ഓൺ ചെയ്യുക. ഹലോ ഫ്രണ്ട്സ്, GK World and PSCയുടെ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം. ആദ്യമായി ചാനൽ കാണുന്നവരാണെങ്കിൽ ആദ്യം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. നമുക്ക് സിവിൽ പോലീസ് ഓഫീസറിന്റെ എക്സാമിനേഷൻ ആണ് 26ന് വരുന്നത്. അപ്പോൾ എന്നോട് എല്ലാവരും പറഞ്ഞൊരു കാര്യം, കഴിഞ്ഞു പോയ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എക്സാമിനേഷന്റെ ടൈമിൽ ഞാൻ കുറെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഒരുപാട് പേർക്ക് ഒരു ഉപകാരപ്രദമായിരുന്നു എന്ന് എനിക്ക് അറിയാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ ഈ വരുന്ന എക്സാമിനേഷന് വേണ്ടിയിട്ട് നമുക്ക് മാക്സിമം ക്വസ്റ്റ്യൻ ആൻസേഴ്സ് തന്നെ ഈ ഒരു സെക്ഷനും ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതിനു മുൻപ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. ഞങ്ങളുടെ വാട്സാപ്പ് ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് ഉണ്ട്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിൽ നിങ്ങൾ ആഡ് ആവുന്നതാണ്. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ഫ്രീ PSC ഓൺലൈൻ കോച്ചിങ് നിങ്ങൾക്ക് GK വേൾഡിന്റെ ഭാഗത്ത് നിന്നും തികച്ചും സൗജന്യമായി ലഭിക്കുന്നത്, അതിൻ്റെ ലിങ്കും താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് ഹോം പേജിലേക്ക് വരുന്നുണ്ട്. അവിടെ എന്നെ ഫോളോ ചെയ്യാനും ആ കോഴ്സിൽ എൻറോൾ ചെയ്യാനുമുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ നിങ്ങൾ ഫോളോ ചെയ്ത് എൻറോൾ ചെയ്ത ശേഷം ക്ലാസ്സുകളെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് അവിടെ ലഭ്യമാകുന്നതാണ്. ക്ലാസ്സുകൾ ഡൗൺലോഡ് ചെയ്യാം. അതോടൊപ്പം അവിടെ നോട്ട്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് കോഴ്സിനെ കുറിച്ചിട്ട് റിവ്യൂ ചെയ്യാം, റേറ്റിംഗ് ഒക്കെ ആ ഒരു ആപ്പിലൂടെ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ എന്നെ ഫോളോ ചെയ്യുക. ആപ്പിലൂടെ നിങ്ങൾക്ക് ഒരുപാട് ചോദ്യോത്തരങ്ങളും ഒരുപാട് നോട്ട്സും ഒക്കെ അതുവഴി ഡൗൺലോഡ് ചെയ്യാനും നിങ്ങൾക്ക് നോട്ട്സ് ഒക്കെ ഒരുപാട് കിട്ടുന്നതാണ്. ഓക്കെ, നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. നമ്മൾ ഇന്നും ഒരുപാട് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഏതു രാജ്യത്തെ പോലീസ് ആസ്ഥാനമാണ് സ്കോട്ട്ലൻഡ് യാർഡ്? എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഏത് രാജ്യത്തെ പോലീസ് ആസ്ഥാനമാണ് സ്കോട്ട്ലൻഡ് യാർഡ്? ഉത്തരം വരുന്നത് ഇംഗ്ലണ്ട് ആണ്. ബേസ്ബോൾ ഏത് രാജ്യത്താണ് ഉത്ഭവിച്ചത്? ഉത്തരം അമേരിക്ക. പല്ലില്ലാത്ത തിമിംഗലം എന്നറിയപ്പെടുന്നത് ബാലിൻ തിമിംഗലം. ബാലിൻ തിമിംഗലം. പാരാതെർമോണിന്റെ അളവ് കുറയുന്നത് മൂലമുണ്ടാകുന്ന രോഗമാണ് ടെറ്റനി. ടെറ്റനി. പഞ്ചകൃഷിയുടെ കാലം മേടമാസമാണ്. പദാർത്ഥത്തിൽ ഏറ്റവും ചെറിയ കണമാണ് ആറ്റം. ഇത് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം ജോൺ ഡാൾട്ടൺ. പത്മനാഭസ്വാമി ക്ഷേത്രം ഏത് രാജകുടുംബവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം തിരുവിതാംകൂർ. ഫ്രാൻസിലും ജർമ്മനിയിലും ഇടയുള്ള അതിർത്തി രേഖയാണ് മാജിനോട്ട് ലൈൻ. എന്താണ്? മാജിനോട്ട് ലൈൻ. മാജിനോട്ട് ലൈൻ. ഫ്രാൻസിനും ജർമ്മനിക്കും ഇടയിലുള്ള അതിർത്തി രേഖയാണ് മാജിനോട്ട് ലൈൻ. ഇന്ത്യയിൽ മികച്ച പാർലമെന്റിന്റെയുള്ള അവാർഡ് നൽകുന്ന ഏത് നേതാവിന്റെ പേരിലാണ്? GP പന്ത്. എവിടെയാണ് ശങ്കരദേവൻ ഭക്തി പ്രസ്ഥാനം പ്രചരിച്ചത്? അസം. അറ്റോമിക സംഖ്യ എന്ന് പറഞ്ഞാൽ അത് ആറ്റത്തിന്റെ ന്യൂക്ലിയസിലുള്ള പ്രോട്ടോണുകളുടെ എണ്ണമാണ്. ന്യൂക്ലിയസിന്റെ പ്രോട്ടോണുകളുടെ എണ്ണമാണ് അറ്റോമിക സംഖ്യ എന്നത് ഉദ്ദേശിക്കുന്നത്. രാഷ്ട്രഗുരു എന്ന് ആരെയാണ് വിളിക്കുന്നത്? സുരേന്ദ്രനാഥ് ബാനർജി. വിജയനഗര സാമ്രാജ്യത്തിന്റെ അന്ത്യം കുറിച്ച യുദ്ധമാണ് 1565 തളിക്കോട്ട അഥവാ രാക്ഷസ തങ്ങടി യുദ്ധം. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ലോകത്തിലെ ഏറ്റവും വലിയ ആൾക്കൂട്ടമാണ് അലഹബാദ് കുംഭമേള. ഇന്ത്യയിൽ ആദ്യമായി മുഴുവൻ ഗ്രാമങ്ങളിലും ടെലിഫോൺ ലഭ്യമാക്കിയ ജില്ലയാണ് ദക്ഷിണ കാനറ. ഇന്ത്യയിൽ ആദ്യമായി ഓസ്കാർ അവാർഡ് നേടിയത് ഭാനു അത്തയ്യ. ധാന്യമണികൾ മണ്ണിൽ കുഴിച്ചു നിർമ്മിക്കുന്ന ധാന്യ ഗുളികകൾ അഥവാ ധാന്യപ്പന്തുകൾ വികസിപ്പിച്ചെടുക്കുന്ന രീതി ആവിഷ്കരിച്ചത് ഫുക്കുവോക്കയാണ്. ഫുക്കുവോക്ക. മാജ്യാറുകൾ എവിടത്തെ ജനതയാണ്? ഹംഗറി. നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്ന മുദ്രാവാക്യമുയർത്തിയ സംഘടനയാണ് യോഗക്ഷേമ സഭ. മാടമ്പ് കുഞ്ഞിക്കുട്ടന്റെ യഥാർത്ഥ പേരാണ് P. ശങ്കരൻ നമ്പൂതിരി. മന്നത്ത് പത്മനാഭന്റെ ആത്മകഥയാണ് എൻ്റെ ജീവിത സ്മരണകൾ. ശിവഗിരി തീർത്ഥാടനത്തിന് പോകുന്നവർക്ക് മഞ്ഞ വസ്ത്രം നിർദ്ദേശിച്ചത് ശ്രീനാരായണ ഗുരുവാണ്. ഭഗവാൻ കാർൽ മാക്സ് പ്രസംഗം ഏത് നേതാവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? C. കേശവൻ.
ശ്രീനാരായണ ഗുരു ആരാണെന്ന് 1925 പിൻഗാമിയായി നിർദ്ദേശിച്ചത്? ബോധാനന്ദ. ആരുടെ അന്ത്യവിശ്രമ സ്ഥലമാണ് കുമാരകോടി? കുമാരനാശാന്റെ. മുത്തുസ്വാമി ദീക്ഷിതരുടെ പിതാവ് രാമസ്വാമി ദീക്ഷിതർ രൂപം നൽകിയ പ്രശസ്ത രാഗമാണ് ഹംസധ്വനി. അജന്ത ഗുഹകൾ കണ്ടെത്തിയ വർഷം 1819. ആദ്യത്തെ ഇന്ത്യൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടന്ന വർഷം 1952. ബ്രഹ്മസഭ സ്ഥാപിക്കപ്പെട്ട വർഷമാണ് 1828. ആദ്യത്തെ വനിതാ കമ്പ്യൂട്ടർ പ്രോഗ്രാമറാണ് അഡാ ലവ്ലോസ്. എന്താണ്? അഡാ ലവ്ലേസ്. ഇന്ത്യയിൽ കാണുന്ന മാൻ വർഗങ്ങളിൽ ഏറ്റവും വലുതാണ് സാമ്പാർ. മുലപ്പാൽ ഉണ്ടാകുന്ന ഹോർമോണാണ് പ്രൊലാക്റ്റിൻ. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്ന പരമാവധി സ്ഥാനാർത്ഥികളുടെ എണ്ണം 64. ഇന്ത്യയിൽ തപാൽ സ്റ്റാമ്പുകൾ അച്ചടിക്കുന്നത് എവിടെയാണ്? നാസിക്. ഘാനയിലെ അതായത് ആഫ്രിക്കയിലെ സ്വതന്ത്ര പ്രസ്ഥാനത്തിനു നേതൃത്വം നൽകിയത് ക്വാമി എൻക്രൂമ. എന്താണ്? ക്വാമി എൻക്രൂമ. അടുത്തതായിട്ട് ഞാനൊരു കൺഫ്യൂസിങ് ഫാക്ട്സ്, നമുക്ക് ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കുറച്ച് ചോദ്യോത്തരങ്ങളാണ് പറയാൻ പോകുന്നത്. ആദ്യത്തേത്, കേരളത്തിന്റെ വിസ്തീർണം 38,863 ചതുരശ്ര കിലോമീറ്റർ ആണ്. ഇത് 15,005 ചതുരശ്ര മൈലിനു തുല്യമാണ്. നാഗാർജുന സാഗർ അണക്കെട്ട് കൃഷ്ണ നദിയിലാണ്. എന്നാൽ കൃഷ്ണരാജസാഗർ അണക്കെട്ട് കാവേരിയിലാണ്. ഒന്നുകൂടെ ആവർത്തിക്കാം. നാഗാർജുന സാഗർ അണക്കെട്ട് കൃഷ്ണ നദിയിലാണ്. എന്നാൽ കൃഷ്ണരാജസാഗർ അണക്കെട്ട് കാവേരിയിലാണ്. കേരള കിസിഗ്നർ എന്നറിയപ്പെട്ടത് ബേബി ജോൺ ആണ്. കേരള സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്നത് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. ഏറ്റവും വടക്കേയറ്റത്തെ തെക്കേ അമേരിക്കൻ രാജ്യം കൊളംബിയയും ഏറ്റവും വടക്കേയറ്റത്തെ ലാറ്റിൻ അമേരിക്കൻ രാജ്യം മെക്സിക്കോയുമാണ്. ഒന്നുകൂടെ ആവർത്തിക്കാം. ഏറ്റവും വടക്കേയറ്റത്തെ തെക്കേ അമേരിക്കൻ രാജ്യം കൊളംബിയയാണ്. ഏറ്റവും വടക്കേയറ്റത്തെ ലാറ്റിൻ അമേരിക്കൻ രാജ്യം വരുന്നത് മെക്സിക്കോയുമാണ്. സൗര പഞ്ചാംഗം ആദ്യമായി വികസിപ്പിച്ചത് ഈജിപ്ഷ്യൻ സംസ്കാരമാണ്. മെസൊപ്പൊട്ടോമിയക്കാരാണ് ചാന്ദ്ര പഞ്ചാംഗം ആദ്യമായി വികസിപ്പിച്ചത്. ഓക്കെ, നമ്മൾ അടുത്തതായിട്ട് ചോദ്യത്തിലേക്ക് വരുവാണ്. ഇനി ഞാൻ പറയുന്നത് ഈ ചോദ്യങ്ങൾക്ക് എല്ലാത്തിനും ഉത്തരം വരുന്നത് 1 എന്നാണ്. അപ്പോൾ ചോദ്യങ്ങൾ ഒരുപാടായിരിക്കും, അതിനൊക്കെ ഉത്തരങ്ങൾ 1 വരുന്നുള്ളൂ. നമുക്ക് ആ ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യം, ഭരണഘടനയുടെ എത്രാമത്തെ പട്ടികയിലാണ് സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും പട്ടിക ചേർത്തിരിക്കുന്നത്? ഉത്തരം 1 ആണ്. അതിന്റെ അടുത്ത വരുന്ന ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം വരുന്ന 1 ആണ്. നമുക്ക് ചോദ്യങ്ങൾ നോക്കാം. മനുഷ്യകോശത്തിൽ എത്ര ജോഡി ലിംഗ ക്രോമസോണുകളാണുള്ളത്? എത്രയാണ്? അതും 1 ആണ്. കേരള നിയമസഭയിലെ നോമിനേറ്റഡ് ആംഗ്ലോ ഇന്ത്യൻ അംഗങ്ങളുടെ എണ്ണം 1. രാജ്യത്തെ പദവി പട്ടികയിൽ ക്രമത്തിൽ ഇന്ത്യൻ പ്രസിഡന്റ് എത്രാമതാണ്? 1-ാമതാണ്. ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിലേക്ക് ഒരു രാജ്യത്തിന് 5 പ്രതിനിധികളെ അയക്കാമെങ്കിലും എത്ര വോട്ടാണ് ഉള്ളത്? 1. ഐക്യരാഷ്ട്ര രക്ഷാസമിതിയിൽ സ്ഥിരാംഗത്വമുള്ളവർ ഏഷ്യൻ രാജ്യങ്ങളുടെ എണ്ണം 1. മഹാത്മാഗാന്ധി എത്ര പ്രാവശ്യമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയത്? 1. ആണവശക്തിയായ എത്രാമത്തെ ഇസ്ലാമിക രാഷ്ട്രമാണ് പാകിസ്ഥാൻ? ദ ഫസ്റ്റ് വൺ. ആദ്യത്തേത്, 1-ാമത്തേത്. സുനിൽ ഗവാസ്കർ ഏകദിന മത്സരങ്ങളിൽ എത്ര സെഞ്ചുറികളാണ് നേടിയത്? 1. ജലത്തിന്റെ ആപേക്ഷിക സാന്ദ്രത 1. എത്രാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ് ഹാരോ ഡോമർ മാതൃക എന്നറിയപ്പെട്ടത്? ഫസ്റ്റ് വൺ, 1-ാമത്തേതാണ്. ഓക്കെ, നമുക്ക് ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് കൂടി ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ജ്ഞാനപീഠം എഴുത്തച്ഛൻ പുരസ്കാരം, വള്ളത്തോൾ പുരസ്കാരം എന്നിവ നേടിയ ആദ്യത്തെ വ്യക്തിയാണ് തകഴി. അപ്പോൾ ജ്ഞാനപീഠം, എഴുത്തച്ഛൻ പുരസ്കാരം, വള്ളത്തോൾ പുരസ്കാരം എന്നിവയൊക്കെ നേടിയ ആദ്യത്തെ വ്യക്തിയാണ് തകഴി. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ രേഖപ്പെടുത്താൻ കഴിയുന്ന പരമാവധി വോട്ടുകളുടെ എണ്ണം 3840 മാത്രമാണ്. 2-ാം അശോകൻ എന്ന് ആരെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്? കനിഷ്കനെയാണ് 2-ാം അശോകൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. രഥോത്സവം നടക്കുന്ന ജഗന്നാഥ ക്ഷേത്രം എവിടെയാണ്? പുരിയിലാണ് രഥോത്സവം നടക്കുന്ന ജഗന്നാഥ ക്ഷേത്രം.
ഇംഗ്ലീഷ് അക്ഷരമാലാക്രമത്തിൽ ആദ്യം വരുന്ന തലസ്ഥാനമാണ് അബുദാബി. ഇംഗ്ലണ്ടിന്റെ പൂന്തോട്ടം എന്നറിയപ്പെടുന്നത് കെന്റ് ആണ്. ഉറൂബിന്റെ യഥാർത്ഥ പേര് PC കുട്ടിക്കൃഷ്ണൻ. എത്ര ദിവസത്തിനുള്ളിലാണ് രാജ്യസഭ ഒരു ബിൽ ലോക്സഭയിലേക്ക് പുനഃപരിഗണിക്കുന്നത്? 14. ഡമ്മി എന്ന പദം ഏത് കായിക വിനോദവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ബ്രിഡ്ജ്. കൊച്ചി ഭരണം ഡച്ചുകാർ കൈയടക്കിയത് ഏത് വർഷത്തിലാണ്? AD 1663. ഇന്ത്യയിൽ ആദ്യമായി ടെലിവിഷൻ കേന്ദ്രം ആരംഭിച്ച വർഷമാണ് 1959. ആദ്യത്തെ വള്ളത്തോൾ അവാർഡിന് അർഹനായത് പാല നാരായണൻ നായർ. ഏറ്റവും വലിയ ആസ്ട്രോയിഡാണ് സീറിസ്. എന്താണ് ഏറ്റവും വലിയ ആസ്ട്രോയിഡാണ് സീറിസ്. ലിത്താർജ് ഏതിന്റെ അയിരാണ്? കറുത്തീയം. കറുത്തീയം എന്നതാണ് ലിത്താർജിന്റെ അയിര്. ലിത്താർജിന്റെ അയിരാണ് കറുത്തീയം. ഋഗ്വേദം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ്? മാക്സ് മുള്ളർ. ഗാന്ധിജിയുടെ ഘാതകൻ നാഥൂറാം വിനായക് ഗോഡ്സെയാണ്. ലിറ്റിൽ ലാസ എന്നറിയപ്പെടുന്നത് ധർമ്മശാല. മഹായാന ബുദ്ധമതക്കാർ ബുദ്ധനെ കണക്കാക്കിയിരുന്നത് ദൈവമായിട്ടാണ്. ഓങ്കസെ വർഗക്കാർ അധിവസിക്കുന്ന സ്ഥലമാണ് ആൻഡമാൻ. ഒന്നാം ലോക മഹായുദ്ധം തുടങ്ങുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്നത് ഹെർബർട്ട് ഹെൻറി ആസ്ക്വിത്ത്. ഹെർബർട്ട് ഹെൻറി ആസ്ക്വിത്ത് 1908 to 1916 അതായിരുന്നു അദ്ദേഹത്തിന്റെ കാലഘട്ടം. ഒരു മൈൽ എത്ര കിലോമീറ്റർ ആണ്? 1.609. 1.609 ആണ് ഒരു മൈൽ. കിലോമീറ്റർ ആണ് കണക്ക് പറഞ്ഞത് കേട്ടോ. ഏറ്റവും വലിയ ഇല ലഘുപത്രം ഉള്ളത് വിക്ടോറിയ റീജിയയിലാണ്. ഒരേ സമയം ആസിഡിന്റെയും ക്ഷാരത്തിന്റെയും സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കുന്ന പദാർത്ഥങ്ങളുടെ പേരാണ് ആംഫോടെറിക്. ആംഫോടെറിക്. ഒരേ സമയം ആസിഡിന്റെയും ക്ഷാരത്തിന്റെയും സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കുന്ന പദാർത്ഥമാണ് ആംഫോടെറിക്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഈ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാക്സിമം ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എക്സാം ആകുമ്പോഴത്തേക്കും ലഭ്യമാക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏതെങ്കിലും പ്രത്യേകമായിട്ടുള്ള ക്ലാസ്സുകൾ വേണമെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഞങ്ങളുടെ FB പേജ് വഴി നിങ്ങൾക്ക് അയക്കാം. FB പേജ് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. FB പേജിൻ്റെ ലിങ്കും അക്കാഡമി ഞങ്ങളുടെ ഓൺലൈൻ PSC കോച്ചിങ്ങിൻ്റെ ലിങ്കും ഒപ്പം വാട്സാപ്പ് ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിൻ്റെ ലിങ്കും ഒക്കെ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്താൽ ലഭ്യമാകുന്നതാണ്. അപ്പോൾ നിങ്ങൾ തരുന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട്. നിങ്ങൾ തരുന്ന ഓരോ ലൈക്കിനും ഓരോ കമൻസിനും ഒക്കെ ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, ക്ലാസ്സുകൾ ഉപകാരപ്രദമാണ്, നിങ്ങൾക്ക് പല രീതിയിൽ ഉപകാരപ്പെടുന്നുണ്ട് എന്ന് പറയുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമാണ് ലഭിക്കുന്നത്. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായം ഈ ക്ലാസ്സുകൾ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് അഭിപ്രായം അറിയിക്കുക. നിങ്ങളുടെ ഓരോ ലൈക്കിനും ഷെയറിനും കമൻറ്റിനൊക്കെ എനിക്ക് ഒരുപാട് സന്തോഷമാണ് ലഭിക്കുന്നത്. അപ്പോൾ അടുത്ത എപ്പിസോഡുമായിട്ട് വീണ്ടും നിങ്ങളുടെ മുമ്പിൽ വരുന്നതാണ്. Till then, bye bye and thank you so much for watching my channel.